ശാരീരിക മാനസിക ഉന്മേഷത്തോടൊപ്പം കുട്ടികളിൽ ആത്മവിശ്വാസവും സൗന്ദര്യബോധവും ലഭിക്കുന്നതിനോടൊപ്പം ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ ലഭിക്കുന്നത് കൊണ്ടുള്ള പഠന മികവും നൽകുന്ന തൈക്കോണ്ടോ പരിശീലന പരിപാടികൾക്ക് വാണിയമ്പലം അമരമ്പലം റോഡിലെ കണ്ണിയൻ ബിൽഡിംഗിൽ തുടക്കമായി. ലാൽ സ്കൂൾ ഓഫ് തൈക്കോണ്ടോ മാനേജ് ഡയറക്ടർ ബാബു പള്ളിയാളിയുടെ മാതാവ് ടി ജാനകി ഉദ്ഘാടനം നിർവഹിച്ച് നാടിന് സമർപ്പിച്ചു. അംഗീകൃത പരിശീലന കേന്ദ്രമായതിനാൽ കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകളും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുമെന്നത് പ്രത്യേകതയാണ്. തൈക്കോണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു സൗത്ത് കൊറിയൻ മാർഷൽ ആർട്സ് ആണ്. അത് നമുക്കിവിടെ 1989, 90 കാലഘട്ടങ്ങളിലാണ് ഇന്ത്യയിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടായതും ഒപ്പം തന്നെ അതിൻ്റെ വികാസവും അതേപോലെ നമ്മളെ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻറ് ആയാലും അതിന് അംഗീകാരം കൊടുത്തത്. അപ്പോൾ അത് ഉള്ള സ്കൂളുകളിലെ കുട്ടികളാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഒബ്സർവർ എന്ന് പറയുന്ന നമ്മുടെ സ്പോർട്സ് കൗൺസിലിൻ്റെ ആളാണ് നമുക്കത് അറ്റസ്റ്റ് ചെയ്ത് തരുന്നത്. ഏത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും മക്കളിരുന്നോളൂ, മക്കളിരുന്നു. അപ്പോൾ ഞാൻ കൂടുതൽ ധരിപ്പിക്കില്ല. ഇതിൽ 2 തരം മത്സരങ്ങളാണുള്ളത്. ആ മത്സരങ്ങൾ ഒന്ന് കുറുകി എന്ന് പറയും. കുറുകി എന്ന് പറയുന്നത് ഫൈറ്റിംഗ് മത്സരമാണ്. ഒരേ ഡേറ്റ് ഓഫ് ബർത്തും ഒരേ വെയിറ്റും ഉള്ള കുട്ടികളെ കൊണ്ട് ഫൈറ്റ് ചെയ്യിച്ച് ജില്ലാ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലൊക്കെ അവർക്ക് മത്സരിക്കാനും എല്ലാത്തരം അവസരങ്ങളുണ്ട്. ഒപ്പം തന്നെ സർട്ടിഫിക്കറ്റുകൾ, നമ്മുടെ സർട്ടിഫിക്കറ്റ് വളരെ വാലിഡാണ്, ഗവൺമെൻറ് അംഗീകാരമുള്ളതാണ്. നിങ്ങളെവിടെ പോയാലും അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കണം. തൈക്കോണ്ടോ 2 വിധമുണ്ട്. ഒന്ന് ITF ആണ്, ഒന്ന് WT ആണ്, വേൾഡ് തൈക്കോണ്ടോ. അതിൽ വേൾഡ് തൈക്കോണ്ടോ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിന് വളരെയധികം വാല്യൂ ഉണ്ട്. നിങ്ങൾ സ്പോർട്സ് കോട്ട അഡ്മിഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക്. ഇപ്പോൾ നമ്മളൊരു കുട്ടിക്ക് ഇപ്പോൾ സ്കൂൾസ് മത്സരങ്ങളിൽ നമുക്ക് ബ്രോൺസ് കിട്ടിയിട്ടുണ്ട്. ഡോണ എന്ന് പറഞ്ഞ കുട്ടിക്ക് ബ്രോൺസ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഗ്രേസ് മാർക്ക് ആണെങ്കിൽ 14 മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടും. ഫസ്റ്റ് കിട്ടിയ കുട്ടിക്ക് 20 ഗ്രേസ് മാർക്ക്, സെക്കൻഡ് കിട്ടിയ കുട്ടിക്ക് 17 ഗ്രേസ് മാർക്ക്, ഒപ്പം തന്നെ തേർഡ് കിട്ടിയ കുട്ടിക്ക് 14 ഗ്രേസ് മാർക്ക്. ഇത് നമ്മുടെ സർക്കാർ നമുക്ക് അംഗീകരിച്ചു തരുന്നതാണ്, നമുക്ക് കിട്ടുന്നതാണ്. നമ്മളെ അപ്പോൾ SSLCക്ക് കുറഞ്ഞ ഏതെങ്കിലും മാർക്കിൽ നമുക്ക് A+ കുറവുണ്ടായാൽ അത് നിങ്ങൾക്ക് നികത്താൻ പറ്റും. അതേപോലെ സ്റ്റേറ്റ് ലെവലിൽ മത്സരിച്ച സർട്ടിഫിക്കറ്റ് മാത്രം ഉണ്ടായാൽ മതി. ആ സർട്ടിഫിക്കറ്റിനാണ് സ്പോർട്സ് കോട്ട അഡ്മിഷൻ. 5 വയസ്സ് മുതൽ പ്രായപരിധിയില്ലാതെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മുതിർന്നവർക്കും പ്രത്യേക പരിശീലനം നൽകുന്നതും ഗ്രേസ് മാർക്കിന് പുറമെ കേരള PSC റിസർവേഷൻ, ഒളിമ്പിക്സ് ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ് എന്നിവയിലെ അംഗീകാരം ലഭിക്കുന്നതും
ലാൽ സ്കൂൾ ഓഫ് തൈക്കോണ്ടോയുടെ പ്രത്യേകതയാണ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6:45 മുതൽ 8 മണി വരെയും ഞായറാഴ്ച രാവിലെ 9:30 മുതൽ 11 മണി വരെയുമാണ് പ്രത്യേക പരിശീലനം. കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പൂത്രക്കോവ്, മൂളിപ്പറമ്പ്, ഹരിശ്രീ വായനശാല, വാണിയമ്പലം ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലും കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നുണ്ട്. ഇതേപോലുള്ള പരിപാടികൾ നമ്മുടെ കുട്ടികളെ സമൂഹത്തോടും നമ്മളോടും നമ്മുടെ കുടുംബത്തോടും കൂറുമുള്ള കടപ്പാടുള്ള നല്ല പൗരന്മാരെ വാർത്തെടുക്കാൻ സഹായിക്കുമെന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ ഇന്ന് പലതരത്തിലുള്ള ഭീഷണികളും പ്രശ്നങ്ങളും നേരിടുന്ന കാലഘട്ടത്തിൽ സ്വയം പ്രതിരോധിക്കാനും ഇതുപോലുള്ള ആയോധന കലകൾ ഉപകരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. വിവരങ്ങൾക്ക് 9446 882 757 8075 829 064 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വാർഡംഗം എം ദസാബുദ്ദീന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് അംഗം യു അനിൽകുമാർ, PP മനാഫ്, ദീപു തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തുറകളിലെ നിരവധി വ്യക്തിത്വങ്ങൾ സംബന്ധിച്ചു. ബിസിനസ് ഡെസ്ക്, W വിഷൻ ന്യൂസ്.